ഹലോ നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 5-6 വർഷം മുന്നേ കൊച്ചി നഗരത്തിൽ ഒരു സൈക്കിളിൽ ഒരു ഗോപ്രോയും പിടിച്ച് ചുറ്റിക്കറങ്ങി കൊച്ചു വ്ളോഗുകളൊക്കെ എടുത്തിരുന്ന ഒരു പയ്യൻ ഇന്ന് എത്തി നിൽക്കുന്നത് അന്റാർട്ടിക്ക വൻകരയിൽ മഞ്ഞിൽ പുതഞ്ഞ ഒരു സ്ഥലത്ത് ഇന്ത്യൻ പതാകയും ഉയർത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലേക്കാണ്. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കൊച്ചി വൈറ്റില സ്വദേശിയായ ഷെറിൻ പോൾ എന്ന ഷെറിൻ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. 32കാരനായ ഷെറിൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അയാൾക്ക് ഫോട്ടോഗ്രാഫിയോടും അതുപോലെ വീഡിയോ എഡിറ്റിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞ് അദ്ദേഹം ചെറിയ യാത്രകളൊക്കെ നടത്താൻ തുടങ്ങി. ഏകദേശം 2016 തന്നെ ഈ ഷെറിന് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. ആ യൂട്യൂബ് ചാനലിൽ ചെറിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തു തുടങ്ങി. ആദ്യം അദ്ദേഹം വോയിസ് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് മ്യൂസിക് മാത്രം വെച്ചിട്ടുള്ള കൊച്ചു വീഡിയോകളൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഷെറിൻസ് വ്ളോഗ് എന്ന ചാനൽ പോയി പഴയ വീഡിയോകളൊക്കെ പോയി നോക്കിയാൽ കാണാം. മിക്കതിലും മുഖം കാണിക്കാതെ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. പതുക്കെ അദ്ദേഹം ഇമ്പ്രൂവ് ആയി. അങ്ങനെ ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ തേരാപ്പാര എന്ന് പറഞ്ഞൊരു സീരീസ് തുടങ്ങി. അങ്ങനെ കൊച്ചി നഗരത്തിലൂടെ ഒരു ഗോപ്രോയും പിടിച്ച് ഒരു സൈക്കിളിൽ യാത്ര ചെയ്ത് അവിടെ നിന്നാണ് ഈ കൊച്ചിയിൽ തേരാപ്പാര എന്ന പ്രോഗ്രാമിൽ നിന്നാണ് ശരിക്കും ഷെറിൻ വളർന്നു തുടങ്ങിയത്. അന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വീട്ടിലേക്കുള്ള വഴിയൊക്കെ കാണിച്ച് വ്ളോഗ് ചെയ്ത ഷെറിൻ്റെ വ്യൂസൊക്കെ ലക്ഷങ്ങൾക്ക് മുകളിലായിരുന്നു. അതിനുശേഷം പുള്ളി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയും ചെയ്ത് അങ്ങനെ ഷെറിൻസ് വ്ളോഗ് എന്ന ചാനൽ വളർന്ന് ഇന്ന് ഏകദേശം 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു വലിയ യൂട്യൂബ് ചാനലായിട്ട് മാറിയിരിക്കുകയാണ്. സാധാരണ മിക്ക യൂട്യൂബ് വ്ളോഗേഴ്സും ഹായ് ഗായ്സ് കമോൺ എന്നൊക്കെ പറയുന്ന പോലെയല്ല. ഇദ്ദേഹം വളരെ സോഫ്റ്റായിട്ട് നല്ല രസമുള്ളൊരു അവതരണമാണ്. നിങ്ങൾക്ക് ഈ ഷെറിൻസ് വ്ളോഗ് എന്ന ചാനൽ പോയി കാണുവാണെങ്കിൽ വീഡിയോസൊക്കെ കാണാം. സ്ഥിരമായിട്ട് യൂട്യൂബൊക്കെ കാണുന്ന മലയാളികൾക്ക് മിക്കവർക്കും അറിയുന്നൊരു വ്യക്തിയായിരിക്കാം ഈ ഷെറിൻ പോൾ. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ആ ചാനലൊക്കെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ വന്നിരിക്കുന്ന അന്റാർട്ടിക്ക സീരീസിൻ്റെ വീഡിയോ ഒക്കെ കാണാം. അങ്ങനെ ഈ കൊച്ചി നഗരത്തിൽ സൈക്കിളിൽ ഗോപ്രോയും പിടിച്ച് നടന്ന കൊച്ചു പയ്യൻ ഇന്ന് വളർന്ന് അന്റാർട്ടിക്ക വൻകര വരെ എത്തിയിരിക്കുകയാണ്. ഓഷ്യൻ ആൽബട്രോസ് എന്ന ക്രൂയിസ് ഷിപ്പിലാണ് അർജന്റീനയിലെ ഉഷുവ പോർട്ടിൽ നിന്നും ഷെറിൻ ഇപ്പോൾ അന്റാർട്ടിക്കയിലേക്ക് പോയിരിക്കുന്നത്. അന്റാർട്ടിക്കയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന തുറമുഖമാണ് സൗത്ത് അമേരിക്കയിലുള്ള അർജന്റീനയിലെ ഉഷുവ പോർട്ട്. ഈ ഓഷ്യാനസ് ആൽബട്രോസ് എന്ന ക്രൂയിസ് ഷിപ്പിൽ നമുക്ക് എല്ലാവർക്കും ഈ അന്റാർട്ടിക്കയിലേക്ക് പോകാൻ സാധിക്കും. വളരെ നേരത്തെ ബുക്ക് ചെയ്യണം. പക്ഷേ സാധാരണക്കാരന് ചിലപ്പോൾ അപ്രാപ്യമായേക്കാം. കാരണം ഇപ്പം നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 8 ലക്ഷം രൂപയോളം ഉള്ള ഒരു പാക്കേജാണ് ഇവർ കൊടുക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി വരുമ്പോഴേക്കും ഏകദേശം 10-15 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വന്നേക്കാം. ഷെറിൻ വളരെ മുന്നേ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അത് കുറച്ച് നീണ്ടുന്നുണ്ട്. ഇപ്പോൾ ഈ 2024 ഈ ഷെറിന് അവിടെ അന്റാർട്ടിക്കയിൽ പോകാൻ വേണ്ടി സാധിച്ചത്. അന്ന് ആളത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഷെറിൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിയുടെ അവിടെ പോകാൻ സാധിക്കും എന്നുള്ള ഒരു ദൃഢമായ നിശ്ചയം, ദൃഢമായ വിശ്വാസം, അതിൻ്റെ ഒരു ബലത്തിലാണ് പുള്ളിക്ക് ഇന്ന് അവിടെ പോകാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾക്കൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ആഗ്രഹം സാധിക്കും എന്നുള്ള കാര്യത്തിനൊരു ഉദാഹരണമാണ് ഈ ഷെറിൻ്റെ അന്റാർട്ടിക്ക യാത്ര. അയാൾക്ക് ഏകദേശം 10-15 ലക്ഷം രൂപ ചിലവാണ്. പക്ഷേ ആൾ തന്നെ ആളുടെ വ്ളോഗിൽ പറയുന്നുണ്ട്, എനിക്ക് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടൊന്നും ഈ യാത്ര മുതലാവില്ല. ഇത് പണ്ടേ അയാൾ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് സ്വരൂപിച്ച പൈസ എല്ലാം കൂട്ടി വെച്ച് പിന്നെ ആരൊക്കെ സഹായിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ഫണ്ടുമായിട്ടാണ് പുള്ളി ഈ യാത്ര ചെയ്തു തുടങ്ങുന്നത്. മിക്കവരും കമൻറ്റിലൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്, പിന്നെ ആളെന്താ അടിച്ചു പൊളിക്കാൻ പോകുന്നതിൽ ആൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമില്ല എന്നൊക്കെ സാധാരണയായി കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു മില്യൺസ് വ്യൂ കിട്ടിയാൽ മാത്രമേ ഈ പോയ പൈസയൊക്കെ ആൾക്ക് മുതലാവുള്ളൂ. ഇപ്പോൾ കുറേ പൈസയൊക്കെ ആൾ കയ്യിൽ നിന്ന് ഇങ്ങനെ കൂട്ടി വെച്ചതൊക്കെ സ്വരൂപിച്ചിട്ടാണ് പുള്ളി പോയത്. അപ്പോൾ യാത്രയൊക്കെ വളരെ ദുഷ്കരമാണ്. ഭയങ്കര തണുപ്പാണ്. നമുക്ക് ഷിപ്പിന് പുറത്തിറങ്ങിയാൽ തന്നെ തണുത്ത് വിറക്കുന്ന അവസ്ഥയാണ്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ നമുക്ക് പോകുന്ന വഴിയിൽ ഐസ്ബർഗുകളൊക്കെ കാണാം, തിമിംഗലത്തെ കാണാം.
അങ്ങനെ വളരെ മനോഹരമായ ഒരു യാത്രയാണ്. അത്യാവശ്യം ഒരു ആരോഗ്യമുള്ള ആളുകൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ടാവും. നമ്മൾ ഷിപ്പിൽ കയറുന്നതിന് മുന്നേ നമ്മളുടെ ഹെൽത്തൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഫിറ്റ്നസ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ യാത്ര പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ അർജൻറ്റീന ടു അന്റാർട്ടിക്ക യാത്ര വളരെ പ്രസിദ്ധമായ ഡ്രേക്ക് പാസേജ് വഴിയാണ് പോകുന്നത്. വളരെ കലുഷിതമായ കടലായിരിക്കും. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലുള്ള തിരമാലകളായിരിക്കും. 10-12 മീറ്ററോളം തിരമാലകൾ ഉയരുന്ന പറയുന്നത്. അപ്പോൾ ഈ ഡ്രേക്ക് പാസേജിലുള്ള സാഹസിക യാത്ര കഴിഞ്ഞിട്ട് വേണം അന്റാർട്ടിക്കയിൽ കാലുകുത്താൻ വേണ്ടി. മാത്രമല്ല ഈ അന്റാർട്ടിക്ക കാലുകുത്തുമ്പോൾ ഒരുപാട് നിബന്ധനകളുണ്ട്. നമുക്ക് ഈ ഷിപ്പിൽ നിന്ന് തന്നെ ഇവർ ഇതിൻ്റെയൊക്കെ മൊത്തം ക്ലാസ് ഈ പാസഞ്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 170 പേരെ മറ്റാണെന്ന് തോന്നുന്നു ഈ യാത്രയിൽ ഉണ്ടാവുക. അങ്ങനെ അതിലൊരാളായിട്ടാണ് ഈ ഷെറിൻ ഇപ്പം മലയാളിയായിട്ട് പോയിരിക്കുന്നത്. മാത്രമല്ല അയാളുടെ കൂടെ വേറെ 1-2 മലയാളികളൊക്കെ ഷിപ്പിൽ പോയിട്ടുണ്ട്. വീഡിയോസൊക്കെ ഷെറിൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായ വീഡിയോ ആണ്. പക്ഷേ അതിലൊരു വീഡിയോയിൽ മാത്രം ഈ ഷെറിൻ്റെ മൈക്ക് എന്തോ വർക്ക് ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം അത് സെപ്പറേറ്റ് വോയിസ് ഒക്കെ കൊടുത്തിട്ടാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള വീഡിയോ ആണ്. എനിക്കൊന്ന് വലിയ ഗൂഗിൾ ടി വിയിലും സ്മാർട്ട് ടി വിയിലൊക്കെ വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. കൊച്ചു കുട്ടികളൊക്കെ ഒരുപാട് കാണുന്നുണ്ടെന്നാണ് ഈ വീഡിയോയിലുള്ള ഫീഡ്ബാക്കിലൊക്കെ കാണുന്നത്. നമുക്ക് പെൻഗിനും അതുപോലെ അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകളൊക്കെ കാണാനുള്ള ഒരു അവസരമാണ്. നമ്മൾക്ക് ഈ ഒരു സാധാരണക്കാരന് മിക്കവാറും ഈ ഒരു അന്റാർട്ടിക്ക യാത്ര എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായിരിക്കും. നമുക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനൊരു വീഡിയോയിലൂടെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി വിവരിച്ചു തരികയാണ്. ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയും ഏകദേശം 2 ലക്ഷം 3 ലക്ഷം വ്യൂസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് ഇനി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും മിക്ക വീഡിയോസും മില്യൺ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്ക് വീഡിയോയിലൂടെ അന്റാർട്ടിക്ക കാണാനും അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകളും പെൻഗിനുകളൊക്കെ കാണാനുള്ള ഒരു നല്ല അവസരമാണ്. ഞാനും ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകത്തുള്ള ഒരുപാട് വ്ളോഗേഴ്സും അതുപോലെ മലയാളി വ്ളോഗേഴ്സും വ്ളോഗിങ് ഇല്ലാത്ത ആളുകളൊക്കെ അന്റാർട്ടിക്കയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു സാധാരണക്കാരൻ പയ്യൻ ഇതുപോലെ യൂട്യൂബിലൂടെ വളർന്ന് അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമവും ആത്മാർത്ഥതയും കൂടെ ഒത്തുചേർന്നപ്പോൾ അദ്ദേഹം വളർന്ന് വലുതായി ഇങ്ങനെ ഒരു വലിയ വളർച്ചയിലേക്ക് എത്തി നിൽക്കുന്നത് ഏത് മലയാളിക്കും കഠിന പ്രയത്നവും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമ്മൾ ഉയർന്ന് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ്. അങ്ങനെ ഈ ഷെറിൻ വ്ളോഗിൻ്റെ ഉടമയായ ഷെറിൻ പോൾ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ബൈ.